ഈ ഹാളിനും ഈ പുറത്തും ഒതുങ്ങാൻ കഴിയാത്ത വിധം ജനനിബിഡമായി ഇന്ന് ഈ കൺവെൻഷൻ ഏറ്റവും വലിയ ചരിത്രം തീർത്തിരിക്കുകയാണ്. ഇത് ഡോക്ടർ ശശി തരൂരിനുള്ള അംഗീകാരമാണ്. അദ്ദേഹം ഇവിടെ വിജയിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ്. തിരുവനന്തപുരത്താർ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ രാജ്യത്തിലെ 545 ലോകസഭാ മണ്ഡലവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ശശി തരൂരാണ്. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ പോയി മത്സരിച്ചാലും അവിടെ പൊന്നുപോലെ വിജയിച്ചു വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം കഴിഞ്ഞ 3 ടേം കഴിഞ്ഞു ഈ കേരളത്തിൽ ഫാസിസ്റ്റ് ശക്തികളോട് പോരാടി ഇവിടെ അവർക്കൊരു അക്കൗണ്ടും തുറക്കാൻ കഴിയില്ല എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ മതേതര ശക്തിയെ കൂടുതൽ ഊർജിതമാക്കിക്കൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഇവിടെ ജനവിധി തീർന്നത്. നമുക്കറിയാം, ഡോക്ടർ തരൂർ ഇന്ത്യൻ പാർലമെന്റിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടുന്ന ചില പേരുകളുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പേരായിരിക്കും ശ്രീ ശശി തരൂർ. കാരണം അത്രയധികം മനോഹരമായി എല്ലാ വിഷയവും അവതരിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹാജരുള്ള ഒരു MP എന്ന നിലയിൽ, ഏറ്റവും കൂടുതൽ ചോദ്യം ഉന്നയിച്ച ഒരു MP എന്ന നിലയിൽ അദ്ദേഹം ഇന്നും നമ്മുടെ മുമ്പിൽ ഈ കേരളത്തിൻ്റെ പ്രതിനിധി എന്നല്ല, ഇന്ന് ഈ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ആഗോളതലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിശ്വപൗരനാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴൊക്കെ തന്നെയും ഇന്ത്യൻ ജനത ഇത്ര വലിയ ആശങ്ക പുലർത്തിയിട്ടില്ല. ഓരോ മുന്നണി പേരും പോവും, പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അതിനെക്കുറിച്ച് അത്രയധികം ഗൗരവത്തിലെടുത്തില്ല. കാരണം അത് അവരുടെ അവകാശങ്ങളെയോ സ്വാതന്ത്ര്യത്തെയോ ഹനിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കുറച്ച് കാലമായി ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഭയപ്പാടിലാണ്. അവർ ഏറ്റവും കൂടുതൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് പോലും അവർ സംശയിക്കുന്നു. 47-ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് സ്വാതന്ത്ര്യം തന്നെയാണോ എന്ന ഒരു വലിയ സംശയം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ലോകത്തെ ഏറ്റവും മഹത്തായ ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യയിലെ ജനാധിപത്യം. ഇന്ത്യൻ ജനാധിപത്യം ഇവിടെ ലോകത്തെ ഒരുപാട് നാമമാത്ര ജനാധിപത്യ രാഷ്ട്രമുണ്ട്. ജനാധിപത്യത്തിലൂടെ ഭരണം വരികയും പിന്നീട് അവർ ഏകാധിപതികളായി മാറിയിട്ടുള്ള ചരിത്രമുണ്ട്. അതാണ് നമ്മൾ അല്പം വർഷങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റിലൊക്കെ കണ്ട മുല്ലപ്പൂ വിപ്ലവം. ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണാധികാരികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയും അവർ നിലംപരിശാവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ എന്ന ഈ രാജ്യത്ത് എത്ര മനോഹരമായാണ് ഇവിടെ ജനാധിപത്യം പുലർന്നു പോകുന്നത്. ഡോക്ടർ ശശി തരൂർ അദ്ദേഹം ആഗോളതലത്തിൽ UN-ൽ ആഗോളതലത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ UN അണ്ടർ ജനറൽ സെക്രട്ടറിയായി വരെ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രതിഭാശാലിയായിട്ടുള്ള വ്യക്തിത്വം. പക്ഷെ അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഇവിടെ നിന്നും മത്സരിച്ച് അന്ന് ഫോറിൻ മിനിസ്റ്ററായി, അതുപോലെ മാനവവിഭവശേഷി മന്ത്രിയായി, ഇങ്ങനെയൊക്കെ മാറിയപ്പോൾ ആ ഔദ്യോഗിക തലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ ജനാധിപത്യമാണ് ഏറ്റവും വലുത്. വേർ ദ പീപ്പിൾ ആർ ദ ഡിസിഷൻ മേക്കേഴ്സ്. ജനങ്ങളാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് എന്നുള്ള ആ തലത്തിലേക്ക് ജനങ്ങളുടെ പവർ, വേർ ദ പീപ്പിൾ ആർ ദ പവർ, മോസ്റ്റ് പവർഫുൾ ഫാക്ടർ എന്നാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം.
അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ, വൈ ഐ എം എ ഹിന്ദു എന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞ, അദ്ദേഹം സാധാരണ ബോധമുള്ള ഒരു ഹിന്ദു വിശ്വാസിയാണ്. കാരണം സെക്കുലറിസം എന്ന് പറയുന്നത് പലപ്പോഴും പല ആസ്പെക്റ്റിലും, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ സെക്കുലറിസം എന്ന് പറയും മതേതരത്വമാണ്, പക്ഷെ അമേരിക്കൻ പെർസ്പെക്റ്റീവിൽ അത് എഗൻസ്റ്റ് റിലീജിയനാണെന്ന് പോലും നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഓരോ മതം വിശ്വസിക്കുമ്പോഴും നമ്മുടെ പൊതു ഇടങ്ങൾ, നമ്മുടെ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അനിവാര്യമാണ്. അതാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിലിടങ്ങൾ. ഇവിടെയൊക്കെ നമ്മൾ മതത്തിനതീതമായി എല്ലാവരും ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലക്ക് രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുക എന്നുള്ള ഏറ്റവും വലിയ ഒരു ബാധ്യത നമുക്കുണ്ട്. മുസ്ലിം ലീഗ് എന്നുള്ള ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ പാർട്ടി 75 വർഷങ്ങൾ പിന്നിട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി 138 വർഷം പിന്നിട്ടു. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് ഒരുപാട് വർഷം ഇന്ത്യയിൽ വലിയ പുരോഗതിയും അഭിവൃദ്ധിയും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിദാനം ചെയ്തിട്ടുള്ള അതിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ജനാധിപത്യ സംവിധാനത്തിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് ശേഷം കോൺഗ്രസ് സമ്മാനിച്ച ഒരുപാട് പ്രധാനമന്ത്രിമാർ, 7ഓളം പ്രധാനമന്ത്രിമാർ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിജിയും അതുപോലെ ശ്രീമാൻ രാജീവ് ഗാന്ധിയും പിന്നീട് അങ്ങോട്ട് ശ്രീ മൻമോഹൻ സിംഗ് വരെയുള്ള ഇന്ത്യയിലെ പ്രതിഭാശാലികളായിട്ടുള്ള പ്രധാനമന്ത്രിമാർ, അവരൊക്കെ ഈ രാജ്യത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ഈ രാജ്യത്തിൻ്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട്, ഈ രാജ്യത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ പുരോഗതിയും അഭിവൃദ്ധിയും വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തൊഴിൽ മേഖലയും എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഒരു ഭരണ മുന്നേറ്റമാണ് ഇന്ത്യയിൽ ഇവിടെ നമുക്ക് നേട്ടങ്ങളായി കാണിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ ആ രാജ്യത്തിൻ്റെ പുരോഗതിയും ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയും യുവാക്കളുടെ തൊഴിലവസരങ്ങളും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ സുരക്ഷയും എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് അവരൊക്കെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. തെരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ, അതാണ് ഓരോ ഭരണകൂടവും ലക്ഷ്യം വെക്കേണ്ടത്.